ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. ഞാനിപ്പോൾ ഉള്ളത് വർണ്ണവസ്ത്രങ്ങളുടെ ലോകം ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ കണ്ണൂരിലുള്ള ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ നമ്മുടെ ഈ വെഡ്ഡിംഗ് സെക്ഷൻ, അതായത് സാരിയുടെയൊക്കെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ചിത്രീകരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാം ഫണ്ണി ക്വസ്റ്റിൻ്റെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും ചോദ്യങ്ങളൊക്കെ അതിനൊരു കുസൃതി ഉണ്ടാവും. എങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമായ ഒരു നേർവഴി ഉണ്ടാവും അല്ലേ. അപ്പോൾ ചില പോരായ്മകളുണ്ടാവും, ചിലത് കൃത്യമായിട്ടായിരിക്കും. അപ്പോൾ എന്നാലും ഫണ്ണി ക്വസ്റ്റാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നു, ആരായിരിക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉത്തരം പറയാൻ പറ്റുന്ന അറിയില്ല. 2 സമ്മാനങ്ങൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, മറ്റൊന്ന് ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ നൽകുന്ന സമ്മാനം. 2 സമ്മാനങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സാറിൻ്റെ പേര്? സുനിൽ. സ്ഥലം എവിടെയാ? സ്ഥലം കാപ്പാട്, ചക്രക്കല്ല് കാപ്പാട്, മൗവഞ്ചേരി കാപ്പാട്. ഈ പിന്നെ വാസ്കോഡ ഗാമ കാലൂത്തിയത് എവിടെയായിരുന്നു? കോഴിക്കോട് കാപ്പാടല്ലേ അത് അല്ലേ? ആ കാപ്പാടും ഈ കാപ്പാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏട്ടനനിയന്മാരുടെ ബന്ധം? വ്യത്യാസമില്ല. അത് കാപ്പാടാണ്, ഇതും കാപ്പാടാണ്. അവിടുത്തെ ഒരു കാപ്പാടായിരിക്കും കോഴിക്കോട്. ശരിക്കും ഒരേ പേരുള്ള ഒരുപാട് സ്ഥലമുണ്ട്, പല സ്ഥലത്തായിട്ട് ഒരുപാട് സ്ഥലത്ത്. ഇങ്ങനെ ഓരോ ബസ്സിനെല്ലാം പോകത്ത് TV ചാനൽ ന്യൂസിലും കാണുമ്പോൾ അതെ ചില ബസ്സെല്ലാം കാണുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലം. അതെ, നമ്മളിവിടുത്തെ സ്ഥലം ആയിരിക്കും. നമ്മൾ കാഞ്ഞങ്ങാട് ഞാൻ പോയപ്പോൾ പനങ്കാവ് എന്നുള്ള സ്ഥലമുണ്ട് കാഞ്ഞങ്ങാട്. അപ്പോൾ എന്നോട് വെച്ച് ഇവിടെ തരാം. ഞാൻ പറഞ്ഞല്ല കണ്ണൂർ പനങ്കാവാണെന്ന്. അപ്പോൾ ഒരു അതുപോലെ തന്നെ പരിയാരം മട്ടന്നൂരും ഉണ്ട്, തളിപ്പറമ്പും ഉണ്ട്. ഓക്കെ. ചേട്ടൻ ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ വണ്ടി അപ്പോൾ ഇപ്പം ഇവിടെ ഫാമിലി ആയിട്ട് വന്നതാണോ? ഫാമിലി വൈഫുണ്ട്. ഒരു എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ ഫാമിലി? നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. കല്യാണമുണ്ട് കുടുംബത്തിൽ നമ്മുടെ അയൽവക്കാണ്. അപ്പോൾ അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം, ഓക്കെ, വളരെ ലളിതമായ ചോദ്യമാണ്. ചോദിച്ചാൽ നമ്മുടെ മലയാളത്തിൽ കൂട്ടക്ഷരമുണ്ട്, ചില്ലക്ഷരമുണ്ട്, അങ്ങനെ പല അക്ഷരമുണ്ട്. കൂട്ടക്ഷരം 2 അക്ഷരം ഒരുമിക്കുമ്പോൾ കൂട്ടക്ഷരമായിട്ട് മാറുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം, ഇതൊരു അസുഖമാണ്, ഒരു അസുഖം. ആ അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ഇരട്ടിച്ച് കഴിഞ്ഞാൽ വെറുതെ എന്നുള്ളൊരു അർത്ഥമുള്ള വാക്കായിട്ട് മാറും. എങ്കിൽ ഏതാണ് അസുഖം? ഒരു അസുഖമാണ്. അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ഇരട്ടിച്ച് കഴിഞ്ഞാൽ വെറുതെ എന്നുള്ള ഒരു അർത്ഥമായിട്ടുള്ള വാക്കായിട്ട് മാറും. ഐഡിയ. അപ്പോൾ ഓക്കെ ബസ്, കാണാൻ സന്തോഷം, നടക്കട്ടെ. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് അമ്മ. ഗുഡ് ഈവനിങ്. പർച്ചേസിങ് കഴിഞ്ഞോ? സാരിയാ? സാരി. ആർക്കാണ്? കല്യാണം ഉണ്ട് മോൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം എപ്പോഴാ? കല്യാണം മെയ് 31. മെയ് 31. എന്താ മോൻ്റെ പേര്? നിതിൻ. വധുവിൻ്റെ പേര്? നിതിൻ നിള. അപ്പം നിതിൻ നിള മെയ് 31 വിവാഹമാണ്. അപ്പം 2 പേർക്കും കണ്ണൂർ വിഷൻ്റെ അഡ്വാൻസ് ആയിട്ട് വിവാഹ മംഗളാശംസകൾ. ഓക്കെ. ഹലോ സഹോ, പേര്? നീതു. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ 2 പേരും വന്നുള്ളോ? ആൾക്കാർ പർച്ചേസ് ഉണ്ട്. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു. മോളുടെ പേര്? ആരാധ്യക്കുട്ടി. എത്രാം ക്ലാസ് പഠിക്കുന്നത്? ഇനി അഞ്ചില്. ഏത് സ്കൂളില്? പുഷ്പേരി സ്കൂളിൽ. എത്രാം ക്ലാസ് വരെ ഉണ്ട് അവിടെ? 10 വരെ ഉണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെ അവിടെ തന്നെ പരിപാടി. വീട്ടിൻ്റെ അടുത്താണ് സ്കൂള്? അവിടെ താമസിക്കുന്നത് എവിടെയാ? കാഞ്ഞിരങ്ങാട്. ഓക്കെ. പാട്ട് പാടുവോ? രണ്ട് പാടി. ഇവിടെ ക്യാമറ നോക്കി ഇഷ്ടമുള്ള പാട്ട് പാടുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്. 3 പേര്, മോളും കേൾക്കണേ. ഉത്തരം പറഞ്ഞ 2 സമ്മാനമുണ്ട്. ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. അതായത് ഇതൊരു അസുഖമാണ്, ഒരു അസുഖം. ആ അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ഇരട്ടിച്ച് കഴിഞ്ഞാൽ വെറുതെ എന്നുള്ള അർത്ഥമുള്ള വാക്കായിട്ട് മാറും. എങ്കിൽ ഏതാണ് അസുഖം? ഇതൊരു അസുഖമാണ്, പലർക്കും വരുന്നൊരു അസുഖമാണ്. ആ അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ഇരട്ടിച്ച് കഴിഞ്ഞാൽ അത് വെറുതെ എന്നുള്ളൊരു അർത്ഥമുള്ള വാക്കായിട്ട് മാറും. രക്ഷയില്ല. അമ്മ അറിയില്ല. അപ്പോൾ തന്നെ മോനോട് എല്ലാവിധ ആശംസ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ മോളൂ. യെസ്. മോളുടെ പേര്? ലക്ഷ്മി. എന്താ ഇനീഷ്? എന്താ? ലക്ഷ്മി ഷിജു. അവിടുത്തു ഷിജു ഇവിടെ കൊടുത്തു. അതാണ് ഞാൻ പേര് കേട്ടപ്പോൾ ഷിജു ഭായി അങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് മുങ്ങി. മോളെ എത്ര ക്ലാസ് പഠിക്കുന്നത്? ഏതാ സ്കൂള്? പയ്യന്നൂര്. താമസിക്കുന്നത്? കരുവള്ളൂർ. ഇപ്പൊ ആരൊക്കെ വന്നിപ്പോ ഇവിടെ?
ഞാനും ആ. അമ്മയും അമ്മയും ഏച്ചിയും ചേച്ചിയും മാമനും മാമിയും മാമിയും ഇവരൊക്കെ എവിടെ മാമനും മാമിയും അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോയി. ആ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ വിശേഷം? മാമന്റെ കല്യാണം മാമന്റെ കല്യാണപ്പുഴ മെയ് 21-ന്. മെയ് 21. മാമിന്റെ പേര് നിഖിൽ നിഖിൽ. ആ കല്യാണം കഴിക്കുന്ന മാമിയായിട്ട് വരുന്ന ആളുടെ പേര് ശ്രീനിധി. ശ്രീനിധി. അപ്പം നിഖിൽ ശ്രീനിധി അല്ലേ? അപ്പം നിഖിൽ ശ്രീനിധിക്ക് കണ്ണൂർ വിഷൻ്റെ അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ മെയ് 21 അല്ലേ? അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മിയും ഫാമിലിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തുള്ള പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ആ പേര് മാഡത്തിൻ്റെ പേര്? രഹന. പേര്? കൃഷ്ണ. ആ എന്താ കൃഷ്ണയുടെ ഇനീഷ്യൽ? PC കൃഷ്ണ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒരു ഓഡിറ്റിംഗ് ഫേമില് എവിടെ? കണ്ണൂർ. മാഡം എന്ത് ചെയ്യുന്നു? ഹോം മേക്കർ. ഓക്കെ. അപ്പം ഇന്ന് രാവിലെ എന്താ പലഹാരം കഴിച്ചത്? പുട്ടിന് കറി എന്തായിരുന്നു? ഞാൻ പഞ്ചസാര അതാകുമ്പോൾ എളുപ്പമുള്ള പരിപാടി അല്ലേ? ശരി. അപ്പം ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഫാമിലി വെഡിങ് സെൻറ്റർ നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനം. ചോദ്യം സിമ്പിളാണ്. അതായത് ഇതൊരു അസുഖമാണ്. മുതിർന്നാക്കും കുട്ടികൾക്കൊക്കെ വരാൻ സാധ്യതയുള്ളൊരു അസുഖം. ആ അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ഇരട്ടിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്നുള്ള അർത്ഥമുള്ള വാക്കായിട്ട് മാറും. അതായത് ഇതൊരു അസുഖമാണ്, അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാന അക്ഷരം ഇരട്ടിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്ന അർത്ഥം വരുന്ന ഒരു വാക്കായിട്ട് മാറും. എങ്കിൽ ഏതാണ് ആ അസുഖം? കിട്ടില്ല. ലക്ഷ്മി എന്നാ 2 പാട്ട് പാട്. പഠിക്കുന്ന ക്യാമറ നോക്കിയിട്ട് പഠിക്കും. ഓക്കെ കാണാം. അപ്പോൾ ഓക്കെ കിട്ടിയോ? ഇല്ല. കിട്ടിയോ? ഇല്ല. കിട്ടിയില്ല. നോക്കാം. വളരെ സിമ്പിളാണ്. അതായത് മോഹൻലാൽ ഒരു സിനിമയിൽ ഈ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഗുഡ് ഈവനിങ്. പർച്ചേസിങ് കഴിഞ്ഞോ? തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. നിങ്ങൾ എത്ര പേര് വന്ന്? മൂവർ. 4 മൂവറാണോ? ഒരാളുണ്ട്. അയാളെവിടെ? ഒന്നിങ്ങോട്ട് വരും. വാ ഒന്ന് പരിചയപ്പെട്ടെ. 4 പേർ സംഘമാണ് പർച്ചേസായിട്ട് വന്നത്. എന്താണ് വിശേഷം? ഡ്രസ് എടുക്കാനുള്ള വിശേഷം? കല്യാണം ഉണ്ടോ? അങ്ങനെ ആരുടേതാ? നെയ്ബർ. കല്യാണ ചെക്കൻ്റെ പെണ്ണിൻ്റെ പേര് വൈശാഖ്. ആതിര. എന്തായാലും വൈശാഖ് അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ അല്ലേ? ഓക്കെ. മാഡത്തിൻ്റെ പേര്? ഷൈന. അനുവൃത. വൃത. ആ ഇവിടെ? ഷിബിന. ഷൈജ. താമസിക്കുന്ന ഇവിടെ? ചക്കരക്കല്. നരിക്കോട്. അവിടെ നരിയാണോ പുലിയാണോ? എല്ലാം നരി നേരിട്ട് കണ്ടിട്ടുണ്ടോ? പുലിയെ കണ്ടിട്ടുണ്ടോ? ആനയെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മള് നാട്ടിൽ കണ്ടിട്ടില്ല. നേരിട്ട് നാട്ടിൽ കണ്ടിട്ടില്ല. ഓക്കെ. നിങ്ങൾ താമസിക്കുന്നത് കാപ്പാട്. നിങ്ങൾ താമസിക്കുന്നത് കാപ്പാടാണ്. ഓക്കെ. അപ്പം ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം. 2 സമ്മാനമാണ്. പർച്ചേസിങ് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡ്രസ്സാണ് എടുക്കുന്നത്? എല്ലാവർക്കും. നിങ്ങൾ 4 പേരെ വന്നുള്ളൂ. നിങ്ങളെ ഫ്രണ്ട്സ് ആണോ, ബന്ധുക്കളാണോ, അയൽവാസിയാണോ? എങ്ങനെയാണ് 4 പേര്? നമ്മളെ അയൽവാസിയല്ല, റിലേറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ആരാ? ഇത് എന്റെ നിങ്ങളുടെ ആന്റിയുടെ മകൾ. ഇതാരാ? നിങ്ങളുടെ മൂത്തന്റെ മോൾ. ഇതാരാ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ആരാ ഇവർ 2 പേര്? എന്റെ ഫ്രണ്ട്സാണ്. ഓക്കെ. ശരി. എന്തായാലും നമ്മളെല്ലാവരും ബന്ധുക്കൾ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു ചോദ്യം സിമ്പിളാണ്. അതായത് ഇതൊരു അസുഖമാണ്. അതായത് ഏത് പ്രായക്കാർക്കും വരാൻ സാധ്യതയുള്ളൊരു അസുഖം. ആ അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാന അക്ഷരം ഇരട്ടിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്നർത്ഥം വരുന്നൊരു വാക്കായിട്ട് മാറും. ഇതൊരു അസുഖമാണ്. ആ അസുഖത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ഇരട്ടിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്നർത്ഥം വരുന്ന ഒരു വാക്കായിട്ട് മാറും. രക്ഷയില്ല. കിട്ടിയില്ല. അപ്പോൾ വളരെ സന്തോഷം. കാണാം. താങ്ക് യു. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഈ ചോദ്യം ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ പല ആൾക്കൊരു എവിടെ നിന്നൊക്കെയോ ഒരു എന്താ പറയുക, എവിടെ നിന്നൊക്കെയോ ചെറിയ ശബ്ദങ്ങൾ എവിടെ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉത്തരമാണ് പറഞ്ഞിട്ട് ഉത്തരം പറയുന്നതായിട്ട് കേട്ടു. പക്ഷെ ആരാണ് എന്നുള്ളത് എവിടെ നിന്നുമായിട്ട് ഇങ്ങനെ കിട്ടിയില്ല. അപ്പം ഒരാൾ ചോദിച്ചു പറഞ്ഞു ഒരാൾക്ക് ഉത്തരം കിട്ടി, പക്ഷേ അവർ ഓടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ഒരു മോളുട്ടുണ്ട്.
മോൾട്ട് പറഞ്ഞു എനിക്കും ഉത്തരം കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ ഉത്തരം കിട്ടിയാൽ ഓടിപ്പോയതുകൊണ്ട് ഓടാൻ നിൽക്കുന്ന മോളോട് ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ് എന്താണ് ആ ഉത്തരം എന്നുള്ള കാര്യം. വാ, മോൾട്ടിക്ക് എങ്ങനെ കിട്ടിയേ? ആരും പറഞ്ഞെന്നാണ്? അമ്മ. അമ്മ എന്താ പറഞ്ഞേ? ആൻസറാ ആ ചുമ. ഏ? ചുമ. ഈ മോൾക്ക് ചുമ വന്നാലേ വീട്ടിൽ നിന്ന് അമ്മമ്മ എന്താ ഉണ്ടായി തരുക? ഊർക്കൽ ചപ്പ് കാച്ചി വെള്ളം ഇട്ട് ശർക്കര ഇട്ടിട്ട് കുടിക്കും. അതാണ്. എന്ത് ഇലയാണ്? കൂർക്കിലല്ലേ? കൂർക്കിലയാണ്. അതായത് നമ്മൾ ജലദോഷം ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സാധനം ഊർക്കില എന്ന് പറയുന്ന ഒരു പച്ച ഇലയാണ്. അത് നമ്മൾ ഈ അത് തിളപ്പിച്ചിട്ട് വെള്ളത്തിലിട്ട് കഴിച്ച ഏറ്റവും നല്ല കാര്യമാണ്. അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി കഴിക്കാം കേട്ടോ. അപ്പം ചുമ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ്. അതിൻ്റെ അവസാനത്തെ അക്ഷരം ഇരട്ടിച്ച് കഴിഞ്ഞാൽ എന്താവും? ഡബിൾ ആക്കിയാൽ എന്താവും? അവസാനത്തെ അക്ഷരം ഡബിൾ ആക്കിയാൽ ചുമ. അപ്പം അതാണ് അതിൻ്റെ കറക്റ്റ്. അതായത് പലർക്കും വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ചുമയാണ്. ചുമ എന്നുള്ള വാക്കിൻ്റെ മാ എന്നുള്ളത് ഇരട്ടിച്ച് കഴിഞ്ഞാൽ ചുമ്മ. ലാലേട്ടൻ ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട് ചുമ്മ എന്ന്. അതായത് ചുമ്മ എന്ന് പറഞ്ഞാൽ വെറുതെ എന്നുള്ള അർത്ഥമാണ്. അപ്പം നമ്മുടെ നേരത്തെ ഉത്തരം കണ്ടുപിടിച്ചാൽ അങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് ഉത്തരം പറഞ്ഞ മോളുകുട്ടിയാണ്. മോളുടെ പേര് ആരാധ്യ. കുട്ടിക്ക് സമ്മാനം കൊടുക്കുകയാണ്. അതായത് ചുമ എന്ന് പറയുന്ന അസുഖം ആർക്കും വരാൻ പറ്റുന്ന അസുഖമാണ്. ഏത് സമയത്തും വരാൻ പറ്റുന്ന അസുഖമാണ്. ഈ ചുമ എന്നുള്ളതിൻ്റെ മാ ഇരട്ടിച്ചാൽ ചുമ്മ, വെറുതെ. അപ്പോൾ ഈ സമ്മാനം ചോദ്യം ചോദിച്ച വെറുതെ അല്ല, സമ്മാനം കൊടുക്കാനാണ്. ഉത്തരം പറഞ്ഞ മോട്ടിക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം, കൂടെ നമ്മുടെ സ്വന്തം ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ നൽകുന്ന മറ്റൊരു സമ്മാനം. ചുമ്മ അതല്ലേ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാം ചുമ്മ അതല്ല, സമ്മാനം കൊടുക്കാനായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. പുതിയ ചോദ്യങ്ങൾ പുതുമുഖമായിട്ട് അടുത്ത എപ്പിസോഡിൽ. ഗുഡ് ബൈ.